ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. ശങ്കരാചാര്യസ്വാമികളുടെ മനീഷാപഞ്ചകം എന്ന കൃതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. 5-ാമത്തേതും അവസാനത്തേതുമായ ശ്ലോകമാണ് ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ആത്മാന്വേഷിയായ ഒരാൾ ലോകത്തിൻ്റെ നശ്വരത മനസ്സിലാക്കി ലൗകിക സുഖഭോഗങ്ങളിൽ നിന്ന് വിരക്തി വന്ന് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിനെ ശരണം പ്രാപിച്ച് ഗുരുപദേശത്തിലൂടെ ആത്മസ്വരൂപത്തെക്കുറിച്ച് അറിയണം. ഗുരുവിൽ നിന്നും ഗ്രഹിച്ചതായ ആത്മതത്വത്തെ നിരന്തരമായി അനുസന്ധാനം ചെയ്ത് ചിത്തശുദ്ധി നേടണം. ഈ കാര്യങ്ങളാണ് 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങളിൽ വിശദമാക്കിയത്. ആത്മസ്വരൂപത്തെക്കുറിച്ചും ആത്മസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാനുള്ള മാർഗവുമാണ് 4-ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചത്. പക്ഷിമൃഗാദികളിലും മനുഷ്യരിലും ദേവന്മാരിലും ഒന്നും ഒരു വ്യത്യാസവുമില്ലാതെ ഞാൻ എന്നിങ്ങനെ ഉള്ളിൽ വ്യക്തമായി അനുഭവിക്കുന്ന ആ ബോധമാണ് ആത്മസ്വരൂപം എന്ന് പറഞ്ഞു. ആത്മസ്വരൂപത്തെ മറച്ചിരിക്കുന്നത് നമ്മുടെ രാഗദ്വേഷങ്ങളും സങ്കല്പങ്ങളും വികാരങ്ങളും ഒക്കെയാകുന്ന മാലിന്യങ്ങളാണ്. അവയെല്ലാം ഒന്നൊന്നായി അകലുന്നതോടുകൂടി മേഘപടലങ്ങൾ മാറുമ്പോൾ സൂര്യബിംബം ഉജ്ജ്വല തേജസ്സോടെ തെളിയുന്നത് പോലെ ആത്മസ്വരൂപം സ്വയം തെളിഞ്ഞു വരും. അതുകൊണ്ട് മേഘമണ്ഡലങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന സൂര്യന് തുല്യമായി ആത്മചൈതന്യത്തെ ഭാവന ചെയ്ത് ധ്യാനിച്ച് അനുസന്ധാനം ചെയ്യുവാൻ ഉപദേശിച്ചു. തുടർന്ന് 5-ാമത്തെ ശ്ലോകത്തിൽ ആത്മസ്വരൂപത്തെ ഒന്നുകൂടി വിശദമായി പറഞ്ഞതിന് ശേഷം ആത്മാനുസന്ധാനം നിരന്തരമായി ചെയ്യുന്നതിൻ്റെ പ്രയോജനവും ആത്മജ്ഞാനിയുടെ മഹത്വവും ഫലശ്രുതിയും പറഞ്ഞുകൊണ്ട് ആചാര്യസ്വാമികൾ മനീഷാപഞ്ചകം എന്ന ഈ കൃതി ഉപസംഹരിക്കുകയാണ്. ഇനി നമ്മൾക്ക് 5-ാമത്തെ ശ്ലോകം കാണാം. യത് സൗഖ്യാംബുധിലേശലേശതയിമേ ശക്രാദയോ നിർവൃതാഃ യച്ചിത്തേ നിതരാം പ്രശാന്തകലനേ ലബ്ധ്വാ മുനിർനിർവൃതഃ യസ്മിന്നിത്യസുഖാംബുധൗ ഗളിതധീർ ബ്രഹ്മൈവ ന ബ്രഹ്മവിദ് കശ്ചിത് സസുരേന്ദ്രവന്ദിതപദഃ നൂനം മനീഷാ മമ. ഏതു സുഖസമുദ്രത്തിൻ്റെ ലേശലേശം നുകർന്നിട്ടാണോ ഇന്ദ്രാദി ദേവന്മാർ പോലും ആനന്ദ നിർവൃതരായി കഴിഞ്ഞുകൂടുന്നത്, എന്തിനെ സാക്ഷാത്കരിച്ചിട്ടാണോ പ്രപഞ്ചസങ്കല്പങ്ങൾ പൂർണ്ണമായി ഉപശമിച്ച് പ്രശാന്തമായ മനസ്സിൽ മുനി നിർവൃതിയിലാണ്ടിരിക്കുന്നത്, ആ സുഖസമുദ്രത്തിൽ ബുദ്ധി അലിഞ്ഞു ചേർന്ന വ്യക്തിയെ ബ്രഹ്മത്തെ അറിയുന്ന ആളായിട്ടല്ല ബ്രഹ്മമായി തന്നെ കരുതേണ്ടതാണ്. അദ്ദേഹം ഇന്ദ്രനാൽ പോലും വന്ദിക്കപ്പെടേണ്ട പാദങ്ങളോടുകൂടിയ ആളാകുന്നു. ഇതെൻ്റെ സംശയാതീതമായ തീരുമാനമാണ്. ഇങ്ങനെയാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്കത് വിശദമായി കാണാം. എപ്പോഴും ഞാൻ എന്ന് എല്ലാവരും അറിയുന്നതും പറയുന്നതുമായ ശബ്ദത്തിന് ആധാരമായ അധിഷ്ഠാനമാണ് ആത്മാവ്. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഞാൻ എന്ന ബോധമുളവാക്കിക്കൊണ്ട് അനുഭവ വിഷയമാകുന്ന വസ്തു തന്നെയാണ് ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം. ഇത് 4-ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ആചാര്യസ്വാമികൾ ഇനി ആത്മസ്വരൂപത്തെ ഒന്നുകൂടി വിശദമായി പറയുന്നു. ആദ്യത്തെ വരിയിൽ തന്നെ ആത്മാവ് അനന്തമായ സുഖസമുദ്രമാണ്, ആനന്ദമാണ് അതിൻ്റെ സ്വരൂപം. ഇത് കാണിക്കാനായി യത് സൗഖ്യാംബുധി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. യത് സൗഖ്യാംബുധി ലേശലേശത ഇമേ. ഏതൊരു സുഖസമുദ്രത്തിൽ നിന്നും ലേശലേശം നുകർന്നിട്ടാണോ ഇമേ ശക്രാദയഃ നിർവൃതാഃ, ഈ ഇന്ദ്രാദി ദേവന്മാർ നിർവൃതരായിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ സൗഖ്യാംബുധിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. അത് ആത്മാവിനെക്കുറിച്ചാണ് പറയുന്നത്. ആത്മാവ് അനന്തമായ സുഖസമുദ്രമാണ്. ആത്മാവിൻ്റെ
സ്വരൂപം തന്നെ ആനന്ദമാണ്. അനന്തതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൗഖ്യാംബുധി സുഖസമുദ്രം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. സുഖം എന്നത് ഇവിടെ ആനന്ദം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആനന്ദമാണ് ആത്മാവിൻ്റെ സ്വരൂപം. ഇത് നമ്മളുടെ ശാസ്ത്രങ്ങളെല്ലാം പല വിധത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദമാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും ആനന്ദങ്ങളും ആത്മാവിൻ്റെ തന്നെ അംശമാണ്. ആനന്ദമീ സ്വരൂപമായിട്ടുള്ള ആത്മാവിൽ നിന്ന് പ്രതിഫലിച്ച് കിട്ടുന്ന സുഖങ്ങളാണ് നാം അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും. മനുഷ്യനായാലും ഏത് ജീവജാലമായാലും എല്ലാവരും എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് സുഖമാണ്, അല്ലെങ്കിൽ ആനന്ദമാണ്. ലോകവിഷയങ്ങളെ ആശ്രയിച്ചു കൊണ്ടുള്ള സുഖാന്വേഷണമാണ് നമ്മളുടെ എല്ലാം ജീവിതം തന്നെ. ശാരീരികമോ മാനസികമോ വൈകാരികമോ ഏതെങ്കിലും തരത്തിലുള്ള സുഖമാണ് നമ്മളെല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നതും അന്വേഷിക്കുന്നതും. മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയിൽ ആചാര്യസ്വാമികൾ അടിവരയിട്ട് പറഞ്ഞതോർക്കുക. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം. ശാശ്വതമായിട്ട് ഈ ലോകത്തിൽ ഉള്ളത് ലോകം നശ്വരമാണെന്ന നിയമം മാത്രമാണ് എന്ന്. പ്രപഞ്ച നശ്വരതയാണ് ശാശ്വതമായ നിയമം എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്. അങ്ങനെ ശാശ്വതമല്ലാത്ത ലോക വിഷയങ്ങളെ അല്ലെങ്കിൽ ബാഹ്യ വിഷയങ്ങളെ ആശ്രയിച്ച് കിട്ടുന്ന സുഖം ആ വസ്തുക്കൾ വിഷയങ്ങൾ ഇല്ലാതാകുമ്പോൾ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, അവ എത്ര തന്നെ ഉണ്ടായിരുന്നാലും നമുക്ക് ഒരിക്കലും പൂർണ്ണ തൃപ്തി നൽകുകയുമില്ല. വിഷയങ്ങളാണ് അല്ലെങ്കിൽ വസ്തുക്കളാണ് സുഖം തരുന്നതെങ്കിൽ അവ എല്ലാവർക്കും ഒരേപോലെ എല്ലാ സമയവും സുഖം തരേണ്ടതാണ്. അതുണ്ടാകുന്നില്ലല്ലോ. ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലാണ് വസ്തുക്കളെ കൊണ്ടുള്ള സുഖം അനുഭവപ്പെടുന്നത്. എനിക്ക് സുഖം തരുന്ന ഒരു വസ്തു മറ്റൊരാൾക്ക് അതേ സുഖം നൽകണമെന്നില്ല. ഒരേ വസ്തു തന്നെ ഒരു വ്യക്തിക്ക് എപ്പോഴും തുല്യ അളവിൽ സുഖം നൽകുന്നുമില്ല. ഇന്ന് ഒരുപാട് സുഖം തരുന്ന ഒരു വസ്തു നാളെ ചിലപ്പോൾ ദുഃഖത്തിനും കാരണമായേക്കാം. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവങ്ങളിൽ കൂടി കാണുന്നതാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, വിഷയങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായി നാം കരുതുന്ന സുഖം വിഷയങ്ങളിൽ നിന്നുമല്ല കിട്ടുന്നത്. മറിച്ച് നമ്മുടെ മനസ്സാണ് സുഖവും ദുഃഖവും എല്ലാം തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, സുഖവും ദുഃഖവും തീരുമാനിക്കാനുള്ള ഈ ശക്തി മനസ്സിന് എവിടെ നിന്ന് കിട്ടി? കഴിഞ്ഞ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ ആത്മാവിനെക്കുറിച്ച് പറഞ്ഞതോർക്കാം. യത് ഭാസാ ഹൃദയാക്ഷദേഹ വിഷയാ ഭാന്തിസ്വതോ ചേതനാഹ. യാതൊന്നിൻ്റെ ചൈതന്യത്താലാണോ സ്വയം ചൈതന്യമില്ലാത്ത മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ദേഹം, വിഷയങ്ങൾ എന്നിവയെല്ലാം പ്രകാശിതങ്ങളായി കാണപ്പെടുന്നത് അഥവാ ഉള്ളതായി അനുഭവപ്പെടുന്നത്, ആ ചൈതന്യ സ്ഫുരണത്തെ ആത്മചൈതന്യമെന്ന് അറിയുക. അതിവിടെ ഓർക്കണം. അഞ്ചാമത്തെ ശ്ലോകം തുടങ്ങിയത് തന്നെ യത് സൗഖ്യാംബുധി, അനന്തമായ സുഖസമുദ്രം എന്ന ആത്മാവിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ്. സുഖം എന്നത് ഇവിടെ ആനന്ദം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. അനന്തമായ ആനന്ദസമുദ്രമാണ് ആത്മാവ് എന്നാണ് ആചാര്യസ്വാമികൾ ഈ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ആനന്ദമാണ് ആത്മാവിൻ്റെ സ്വരൂപം. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും സുഖസ്വരൂപമായ ആത്മാവിൽ നിന്നുമുള്ളതാണ്. ആത്മാനന്ദത്തിൻ്റെ ഒരു അംശമാണ് അല്ലെങ്കിൽ പ്രതിഫലനമാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖങ്ങളും. ഇനി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഓരോ ബാഹ്യ വിഷയങ്ങളെ കൊണ്ട് നമ്മുടെ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ, പിന്നെ മനസ്സ്, ശരീരം ഇവയിലൂടെയെല്ലാം നാം താൽക്കാലികമായി അനുഭവിക്കുന്ന വിഷയസുഖം, ഇവയിൽ നിന്നൊന്നും സ്വയമേവ വരുന്നതല്ല. അചേതനമായ ഒരു ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ അതിനുള്ള ഊർജം അല്ലെങ്കിൽ അത് കറങ്ങുവാനുള്ള ശക്തി വൈദ്യുതി എന്ന ഒരു സ്രോതസ്സിൽ നിന്നും വരുന്നതാണ് എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. അതുപോലെ അചേതനങ്ങളായ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ശരീരം, വിഷയങ്ങൾ ഇവയ്ക്കെല്ലാം പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുന്ന സ്രോതസ്സാണ് ആത്മാവ്. അപ്പോൾ ഓരോ അനുഭവങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ആത്മാവിൻ്റെ പ്രകാശമാണ്, ആത്മാവിൻ്റെ ചൈതന്യമാണ്.
അതുകൊണ്ട് നമ്മുടെ സുഖവും സ്വസ്വരൂപമായ ആത്മാനത്തിൻ്റെ ഒരു അംശം മാത്രമാണ്. അപ്പോൾ ദുഃഖമോ എന്ന് ചോദിച്ചേക്കാം. സുഖം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ദുഃഖം. വെളിച്ചം ഇല്ലാത്ത അവസ്ഥയാണല്ലോ ഇരുട്ട്. ഇരുട്ട് എന്നൊരു വസ്തുവില്ല. അതുപോലെ തന്നെ സുഖം ഇല്ലാത്ത അവസ്ഥ നമ്മൾ ദുഃഖമെന്ന് പറയുന്നു. ഇപ്പോൾ സാധാരണയായി നമ്മൾ മനസ്സിന് എന്തെങ്കിലും വിഷമമുള്ള സമയത്ത് എന്താണ് പറയാറ്? മനസ്സിനൊരു സുഖമില്ല എന്നാണ് പറയാറ്. അല്ലാതെ മനസ്സിന് ദുഃഖമാണ് എന്നല്ലല്ലോ പറയുന്നത്. സുഖം തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സുഖം തോന്നാത്ത അവസ്ഥയാണ് ദുഃഖം. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ സുഖം ഏതെങ്കിലും വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നതല്ല, സ്വസ്വരൂപമായ ആത്മാനന്ദത്തിൻ്റെ ഒരു അംശം നമ്മൾ അനുഭവിക്കുന്നതാണ്. ഈ വസ്തുത വേണ്ടതുപോലെ മനസ്സിലാക്കാതെ വിവിധ വസ്തുക്കളാണ് സുഖം തരുന്നതെന്ന് തെറ്റിദ്ധരിച്ച് നാം സുഖത്തിനായി വീണ്ടും വീണ്ടും വിഷയങ്ങളെ ആശ്രയിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് പരമാർത്ഥാനന്ദ സ്വാമിജി പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. സാധാരണയായി പട്ടികൾക്ക് എല്ലിൻ കഷ്ണം വളരെ ഇഷ്ടമാണ്. ഒരു കഷ്ണം എല്ല് കിട്ടിയാൽ അതിലുള്ള മാംസമെല്ലാം കഴിച്ചു കഴിഞ്ഞാലും വളരെ നേരം അത് കടിച്ചും നക്കിയും ഒക്കെ കിടക്കുന്നത് കാണാം. അവസാനം വായിൽ നിന്ന് തന്നെ രക്തം പൊടിഞ്ഞാലും അത് വിടില്ല, പിന്നെയും കൂടുതൽ കൂടുതൽ നക്കിക്കൊണ്ടിരിക്കും. അത് അതിൻ്റെ തന്നെ രക്തമാണ് വായിൽ നിന്ന് വരുന്നത്, അത് ആസ്വദിക്കുന്നത് എന്നറിയാതെ തന്നെ അത് എല്ലിനുള്ളിൽ നിന്ന് ഊറി വരുന്ന രക്തമാണ് എന്ന് കരുതി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെയാണ് നമ്മൾ അനുഭവിക്കുന്ന ഏത് സുഖമായാലും നമ്മുടെ ആത്മാവിൻ്റെ സ്വസ്വരൂപമായ ആനന്ദമാണെന്ന് അറിയാതെ ബാഹ്യവസ്തുക്കളിൽ നിന്നാണ് കിട്ടുന്നതെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ബാഹ്യവസ്തുക്കളെ ആശ്രയിക്കുന്നു. പിന്നെ അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട്, വിലയേറിയ രത്നങ്ങളും സ്വർണവും മറ്റും അടക്കം ചെയ്തിട്ടുള്ള ഒരു പെട്ടിയുടെ മുകളിലിരുന്നു കൊണ്ട് വഴിയരികിലിരുന്ന് യാചിക്കുന്ന ഒരാളുടെ കഥ. വാസ്തവത്തിൽ അയാൾ ദരിദ്രനാണോ? ആ പെട്ടിയൊന്ന് തുറന്നു നോക്കിയാൽ മതി, ആ നിമിഷം അയാൾ ധനികനാകും. പക്ഷേ അയാൾ അത് ചെയ്യുന്നില്ല. നമ്മുടെ കഥയും വ്യത്യസ്തമല്ല. അനശ്വരമായ അനന്തമായ സമുദ്രം, സുഖസമുദ്രത്തിൻ്റെ വക്കിലിരുന്ന് സുഖത്തിനു വേണ്ടി യാചിക്കുന്നവരാണ് നമ്മളൊക്കെയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യം വരാം. ഞാൻ ആത്മാവാണ്, ആനന്ദം ആത്മാവിൻ്റെ സ്വരൂപമാണ്, എങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കത് അറിയാൻ കഴിയുന്നില്ല? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നന്നായി മനസ്സിലാവുകയുള്ളൂ. ഇതിനുള്ള ഉത്തരം ഇങ്ങനെയാണ്. ആനന്ദം എൻ്റെ സ്വരൂപമാണ്, അതുകൊണ്ട് എനിക്കതിനെ കാണാൻ സാധിക്കുന്നില്ല. കാരണം അത് ഞാൻ തന്നെയാകുന്നു. ഞാൻ എന്നെ തന്നെ അന്വേഷിക്കുകയാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ ആം ദ സബ്ജക്റ്റ്. സബ്ജക്റ്റ് ക്യാൻ ഓൺലി നോ അതർ ഓബ്ജക്ട്സ്. ആത്മ ഈസ് നോട്ട് ആൻ ഓബ്ജക്റ്റ്, ബട്ട് ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ് ഇറ്റ് സെൽഫ്. അപ്പം സബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾക്ക് അതിനെ അറിയാൻ കഴിയാത്തത്. ഇനി ഇത് മനസ്സിലാക്കാനായി നമുക്ക് ഒരു ലളിതമായ ഉദാഹരണം അതിൽ കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ കണ്ണുകൾക്ക് ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും കാണാനുള്ള കഴിവുണ്ട്. എല്ലാമെന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ വസ്തുക്കളെയും കാണാനുള്ള കഴിവുണ്ട്. രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ എന്തെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമ്മുടെ കണ്ണുകൾക്ക് സ്വയം നമ്മുടെ കണ്ണുകളെ കാണാൻ സാധിക്കുമോ? എന്തൊരു അത്ഭുത പ്രതിഭാസമാണിത്, അല്ലേ? ചിന്തിക്കുക. നമ്മളുടെ കണ്ണുകൾക്ക് നമ്മളുടെ സ്വയം കണ്ണുകളെ കാണാൻ സാധിക്കുമോ? നിങ്ങളുടെ കണ്ണുകൾ അതിമനോഹരമായിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ. അതൊന്ന് സ്വയം കാണാൻ ശ്രമിച്ചു നോക്കൂ. സാധിക്കുമോ? ഒരു കണ്ണാടിയുടെ സഹായത്തോടെ കാണാൻ സാധിക്കും എന്ന് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും. പക്ഷേ കണ്ണാടിയിൽ കാണുന്നത് കണ്ണുകളുടെ പ്രതിബിംബമല്ലേ, റിഫ്ലക്ഷൻ അല്ലേ? വാസ്തവത്തിലുള്ള കണ്ണുകളാണോ? പ്രതിബിംബ ചക്ഷുഹു അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ഐസ്, അതാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ കണ്ണാടി അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു പ്രതലം, അതായത് റിഫ്ലക്റ്റിംഗ് മീഡിയ, പ്രതലം എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് മീഡിയ ഉണ്ടെങ്കിൽ നമ്മുടെ റിഫ്ലക്റ്റഡ് കണ്ണുകളെ കാണാൻ സാധിക്കും. അല്ലാതെ നമ്മളുടെ ഒറിജിനൽ കണ്ണുകളെ നേരിട്ട് കാണുവാൻ ഒരു വഴിയുമില്ല. നമുക്കറിയാം, ഏതു വസ്തുവായാലും
റിഫ്ലക്റ്റ് ചെയ്ത് കാണുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ മീഡിയയുടെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും റിഫ്ലക്ഷൻ്റെ ക്വാളിറ്റി, അല്ലേ? കണ്ണാടി നല്ലതാണെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബവും നന്നായിരിക്കും. എത്രത്തോളം നല്ല പ്രതലമാണോ, റിഫ്ലക്റ്റിംഗ് മീഡിയമാണോ, അത് അത്രയും നല്ല റിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. കണ്ണാടിയിൽ അഴുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് മിറർ ആണെങ്കിൽ റിഫ്ലക്ഷനും വികൃതമായിരിക്കും. ഇത് നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യമാണ്. ഒരു കോൺകേവ് അല്ലെങ്കിൽ ഒരു കോൺവെക്സ് മിറർ ആണെങ്കിൽ ഉള്ള പ്രതിബിംബത്തിൻ്റെ വ്യത്യാസങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണല്ലോ. ഇനി ഇത് തന്നെ നമുക്ക് ആത്മാവിൻ്റെ കാര്യത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ കണ്ണുകൾക്ക് സ്വയം കണ്ണുകളെ കാണാൻ പറ്റില്ല. എന്നാൽ ഒരു കണ്ണാടിയുടെ സഹായത്താൽ നമുക്കതിൻ്റെ പ്രതിബിംബം കാണാൻ സാധിക്കും എന്നാണല്ലോ പറഞ്ഞത്. അതുപോലെ തന്നെ ആത്മാവ് നമ്മളുടെ സ്വരൂപമാണ്. ആത്മാവിനെ നമ്മൾക്ക് സ്വസ്വരൂപമായതുകൊണ്ട് അതിനെ നേരിട്ട് കാണാൻ സാധിക്കില്ല. ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യുക? കണ്ണുകളെ കാണുവാൻ കണ്ണാടി ഉപയോഗിച്ചുവെങ്കിൽ ആത്മാവിനെ കാണുവാൻ അല്ലെങ്കിൽ അറിയുവാൻ നമ്മൾ ഒരു കണ്ണാടി അല്ലെങ്കിൽ ഒരു റിഫ്ലക്റ്റിംഗ് മീഡിയ ഉപയോഗിക്കണം. എന്താണ് ഇവിടെ കണ്ണാടിയാകുന്നത്? ആത്മാവിൻ്റെ കാര്യത്തിൽ എന്താണ് ഇവിടെ ഒരു റിഫ്ലക്റ്റിംഗ് മീഡിയ ആകുന്നത്? നമ്മളുടെ മനസ്സാണ് റിഫ്ലക്റ്റിംഗ് മീഡിയം അല്ലെങ്കിൽ കണ്ണാടിയാകുന്നത് ആത്മാവിൻ്റെ കാര്യത്തിൽ. നമ്മൾ കണ്ണാടിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മനസ്സെന്ന കണ്ണാടിക്കും അതേ നിയമങ്ങൾ ബാധകമാണ്. അതായത് കണ്ണാടി നന്നായാൽ മുഖവും നന്നായിരിക്കും എന്ന് പറയുന്നത് പോലെ മനസ്സ് നന്നായാൽ ആത്മസുഖവും ശാന്തിയും അനുഭവിക്കാനാകും. അതുകൊണ്ടാണ് ആത്മാവിനെ അറിയുവാൻ ചിത്തശുദ്ധി വേണം, മാലിന്യങ്ങൾ അകന്ന ശുദ്ധമായ മനസ്സ് വേണം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ചലനങ്ങളെല്ലാം അടങ്ങി എത്രത്തോളം ശാന്തവും ശുദ്ധവുമാകുന്നുവോ അത്രത്തോളം ആത്മാവിൻ്റെ ആനന്ദം നമുക്ക് പ്രതിഫലിച്ച് കിട്ടുന്നതായിരിക്കും. ആനന്ദം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളതാണ്. പക്ഷേ മനസ്സാകുന്ന കണ്ണാടിയുടെ ശുദ്ധി അനുസരിച്ചാണ് നമുക്കത് അനുഭവവേദ്യമാവുക. എന്തെല്ലാം സുഖം നാം അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം ആത്മാനന്ദത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും ആത്മാനന്ദം മനസ്സിൽ അല്ലെങ്കിൽ അന്ധക്കരണത്തിൽ റിഫ്ലക്റ്റ് ചെയ്തുണ്ടാകുന്ന പ്രതിബിംബ സുഖങ്ങളാണ്, റിഫ്ലക്റ്റഡ് ഇമേജസ് ആണ്. മനസ്സെന്നാൽ ചിന്തകളുടെ പ്രവാഹമാണ്. ചിന്താപ്രവാഹം കുറയുന്തോറും മനസ്സ് ശാന്തമാകുന്നു. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ശാന്തമായ മനസ്സിൽ ആത്മാനന്ദത്തിൻ്റെ കിരണങ്ങൾ അല്പാൽപമായി പ്രതിഫലിക്കുമ്പോൾ നാം സുഖം അറിയുന്നു, അനുഭവിക്കുന്നു. ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണാടിയിലെ റിഫ്ലക്ഷനും ഇളകാത്ത കണ്ണാടിയിലെ റിഫ്ലക്ഷനും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കുക. ചിന്തകളുടെ ചുഴിയിൽപ്പെടുമ്പോൾ മനസ്സിലുണ്ടാകുന്ന അശാന്തി അല്ലെങ്കിൽ കോളിളക്കം, നമ്മൾ ടർബുലൻസ് എന്നൊക്കെ പറയില്ലേ, ഫ്ലൈറ്റിൽ പോകുമ്പോൾ ടർബുലൻസ് ഉണ്ടാകുന്നതൊക്കെ, അതുപോലെ മനസ്സിലുണ്ടാകുന്ന ആ കോളിളക്കമാണ് നമ്മുടെ ഭയവും വിഭ്രാന്തിയും എല്ലാമായി നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് മനസ്സിനെ ശാന്തമാക്കാനായി മെഡിറ്റേഷൻ, ജപം എന്നീ മാർഗങ്ങളൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ ഉപദേശിച്ചിരിക്കുന്നത്. ഇനി കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം കണ്ണാടിയുടെ ഗുണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അതൊന്നും വാസ്തവത്തിൽ കണ്ണുകളെ ബാധിക്കുന്നുമില്ല. അതുപോലെ തന്നെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ അതൊന്നും ആത്മാവിൽ ഉള്ളതല്ല, അത് തികച്ചും മനസ്സിൻ്റേത് മാത്രമാണ് എന്നുകൂടി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ആചാര്യസ്വാമികൾ പറയുന്നത് അജ്ഞാനികൾ പ്രതിബിംബ സുഖത്തിൻ്റെ പിന്നാലെ പോകുന്നു, എന്നാൽ ജ്ഞാനികൾ ബിംബാനന്ദം അറിഞ്ഞുകൊണ്ട് നിർവൃതമാനസരായിരിക്കുന്നു എന്നാണ്. അവർ ഉപാധികളെ ആശ്രയിച്ചു വരികയും പോകുകയും ചെയ്യുന്ന വിഷയാനന്ദത്തെ അല്ലെങ്കിൽ പ്രതിബിംബാനന്ദത്തെ നിരസിക്കുന്നുമില്ല, എന്നാൽ അതില്ലെങ്കിൽ വിഷമിക്കുന്നുമില്ല. ബാഹ്യവിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖമല്ല യഥാർത്ഥ സുഖമെന്ന് മനസ്സിലാക്കി തൻ്റെ രാഗദ്വേഷങ്ങളെ നിയന്ത്രിച്ച് തൻ്റെ ഉള്ളിൽ തന്നെയുള്ള സുഖം കണ്ടെത്തുക, ഇതാണ് ബിംബാനന്ദം എന്ന് പറയുന്നത്. തൈത്തിരീയ ഉപനിഷത്തിൽ ബ്രഹ്മാനന്ദവല്ലിയിൽ ബ്രഹ്മാവിൻ്റെ അല്ലെങ്കിൽ പ്രജാപതിയുടെ സുഖം മനുഷ്യ സുഖത്തിൻ്റെ അനേകം കോടി മടങ്ങ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എത്രയോ മടങ്ങ് വലുതാണ് രാഗദ്വേഷങ്ങളെ നിയന്ത്രിച്ച്
ആത്മസ്വരൂപത്തിലിരിക്കുന്ന ആത്മാനന്ദമറിയുന്ന യോഗിയുടെ സുഖം എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു ശക്രാദയ നിർവൃത. ഇന്ദ്രാദി ദേവന്മാർ പോലും അനുഭവിക്കുന്നത് വിഷയസുഖമാണ്. അതും ബ്രഹ്മാനന്ദത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. എന്നാൽ നിത്യവും നിരുപാധികവുമായ ആനന്ദം എപ്രകാരമായിരിക്കും? ആ സഹജമായ ആത്മാനന്ദം ആർക്കാണ് ലഭിക്കുക? എങ്ങനെയാണ് ലഭിക്കുക? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്ത വരിയിൽ പറയുന്നത്. യച്ചിത്തേ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വാ മുനിർ നിർവൃത. സങ്കല്പങ്ങളെല്ലാം അടങ്ങിയ പ്രശാന്തമായ മനസ്സിൽ ആ ആത്മാനന്ദത്തെ നല്ലവണ്ണം അനുഭവിക്കുന്ന മുനി നിത്യസുഖസമുദ്രത്തിൽ ആറാടുന്നതുപോലെ നിർവൃതമാനസനായിരിക്കുന്നു. ആത്മാനന്ദത്തെ അറിയുക എന്ന് പറഞ്ഞാൽ മറ്റ് ആഗ്രഹങ്ങളെല്ലാം അടങ്ങി ആത്മാവ് തന്നെയാണ് തൻ്റെ സ്വരൂപം എന്ന ഉറച്ച ജ്ഞാനത്തിൽ ഇരിക്കുക എന്നാണ് അർത്ഥം. സദാ മനനം ചെയ്യുന്നയാളാണ് മുനി. നിരന്തരം ആത്മവിചാരം ചെയ്ത് കാലദേശാതീതമായ ആ നിത്യമായ ആനന്ദത്തെ ഹൃദയത്തിൽ സാക്ഷാത്കരിച്ച മുനി ആനന്ദമത്തനായിരിക്കുന്നു. യസ്മിൻ നിത്യസുഖാംബുധൗ ഗളിതധീഹി. ആത്മജ്ഞാനി ആത്മാനന്ദമാകുന്ന ആ നിത്യസുഖസമുദ്രത്തിൽ മുങ്ങി ആനന്ദസമുദ്രമായി തീർന്നിരിക്കുകയാണ്. ഞാൻ ആത്മസ്വരൂപമാകുന്നു എന്ന ആ ഒരു ചിന്ത പോലും ഇല്ല. ഉപ്പുപാവ സമുദ്രത്തിലിറങ്ങിയപ്പോൾ വെള്ളത്തിൽ അലിഞ്ഞ് സമുദ്രമായതുപോലെ ആത്മസ്വരൂപത്തിൽ അലിഞ്ഞ് കേവലാനന്ദ സ്വരൂപനായിരിക്കുന്നു. യാതൊരു സുഖസമുദ്രത്തിൽ മനസ്സലിഞ്ഞു ചേർന്ന് ഞാൻ അനുഭവിക്കുന്നു എന്നറിയുന്ന ഒരു മനസ്സുപോലും ഇല്ലാത്തയാൾ. അതായത് ദ്വൈതഭാവം പൂർണ്ണമായും നശിച്ച് ഏകവും അദ്വയവുമായ ആത്മാവിൽ സ്ഥിതനായ ജ്ഞാനി. ബ്രഹ്മവിത് ന ബ്രഹ്മൈവ. ആ ജ്ഞാനിയെക്കുറിച്ച് ബ്രഹ്മത്തെ അറിയുന്ന ബ്രഹ്മജ്ഞാനി എന്നല്ല, മറിച്ച് കേവല ബ്രഹ്മം തന്നെയാണ് എന്നാണ് പറയുന്നത്. ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്ന് മുണ്ടകോപനിഷത്തിൽ പറയുന്നുണ്ട്. ആരാണോ ആ പരമകാരണത്തെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയുന്നത്, അയാൾ ബ്രഹ്മം തന്നെയായി ഭവിക്കുന്നു. അയാൾക്ക് പിന്നെ വിഷയസുഖങ്ങളുടെ ലോകത്തേക്ക് ഒരു തിരിച്ചുവരവില്ല എന്നർത്ഥം. ലോകദൃഷ്ടിയിൽ അയാൾ ബ്രഹ്മജ്ഞാനി എന്ന് പറയാം. എന്നാൽ ആത്മദൃഷ്ടിയിൽ അയാൾ സ്വയം ആത്മാവ് തന്നെയാണ്. ഞാൻ, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് എന്നിങ്ങനെയുള്ള ദേഹാഭിമാനം അയാളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോയിരിക്കുന്നത് കൊണ്ട് സ്വയം ജ്ഞാനി എന്നല്ല ബ്രഹ്മം എന്നാണ് അറിയുന്നത്. ഇങ്ങനെ ബ്രഹ്മജ്ഞാനിയുടെ മഹത്വം വിവരിച്ചിട്ട് യഹ് കശ്ചിത് സഹ സുരേന്ദ്രവന്ദിത പദ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ബ്രഹ്മമായിട്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ദ്രനാൽ പോലും വന്ദിക്കപ്പെടേണ്ട പാദങ്ങളോട് കൂടിയ ആളാണ് എന്ന് പറയുന്നു. ദേവന്മാർ സുഖാനുഭവത്തിൻ്റെ കാര്യത്തിൽ എത്ര ഉന്നത തലത്തിലായാലും ആത്മജ്ഞാനിയുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് കാണിക്കുവാനാണ് ദേവന്മാരാലും വന്ദിക്കപ്പെടേണ്ടവരാണ് മഹാത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മയജ്ഞം ഹ്യർച്ചയേത് ഭൂതി കാമഹ എന്ന് മുണ്ടകോപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. ഐശ്വര്യം ഇച്ഛിക്കുന്നവർ നിശ്ചയമായും ആത്മജ്ഞാനിയെ പൂജിക്കണം എന്നാണ് പറയുന്നത്. വിജ്ഞാനിയെ ദേവന്മാരും പൂജിക്കുന്നു. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ പോലും ആത്മജ്ഞാനിയുടെ പാദപൂജ ചെയ്യുന്നു. അതാണ് മഹത്തായ ഭാരതീയ പാരമ്പര്യം. ഇപ്രകാരമുള്ള വിജ്ഞാനി അനേകം കോടി പേരിൽ ഒരാളെ ഉണ്ടാകുകയുള്ളൂ എന്ന് കാണിക്കാനാണ് യഹ് കശ്ചിത് എന്ന പ്രയോഗം. അയാൾ ചണ്ടാളനോ ബ്രാഹ്മണനോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനി സാക്ഷാൽ ബ്രഹ്മം തന്നെയാകുന്നു, ഗുരു തന്നെയാകുന്നു. ഇതെൻ്റെ ഉറപ്പായ തീരുമാനമാണ്. നിരന്തരമായി ആത്മാനുസന്ധാനം ചെയ്യുന്നയാൾ ഒടുവിൽ സങ്കല്പങ്ങളെല്ലാം നിശേഷം മാറി ആത്മസത്യം തന്നെ സ്വരൂപമായിത്തീരുന്നു. തന്നിൽ ആത്മാവായി വർത്തിക്കുന്ന ആത്മബോധം തന്നെയാണ് പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിന്ന് പ്രപഞ്ചത്തിന് തന്നെ ആശ്രയമായി വർത്തിക്കുന്നത് എന്നറിയുന്ന യോഗി സർവം ബ്രഹ്മമയം എന്ന അനുഭവം മാത്രമുള്ള ആളാണ്. അതുമാത്രമല്ല, അവർ ബ്രഹ്മത്തോട് അലിഞ്ഞു ചേർന്ന് സ്വയം ബ്രഹ്മമായി ഭവിക്കുന്നു. ആത്മജ്ഞാനിയുടെ ഉജ്ജ്വലമായ ഈ സത്യാനുഭവ രഹസ്യം മനീഷാ പഞ്ചകത്തിലെ അവസാന ശ്ലോകത്തിൽ ഗംഭീരമായി വിവരിച്ചിട്ട് മനീഷാ പഞ്ചകമെന്ന
വേദാന്തസാര സർവത്തെ ആചാര്യസ്വാമികൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഓം തത്സത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ.